ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെറുപയർ. ഈ ചെറുപയർ കൊണ്ട് ഞാനൊരു വടയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ചെറുപയർ വടയാണ്. നല്ല ഈസി സ്നാക്കാണ്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനും പറ്റുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിനി ഇത് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോവാം. പയറുവട എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പം ഒരു 200 ഗ്രാം പയറുണ്ട്. ഈ നമ്മുടെ സാധാ ചെറുപയറാണ്. അത് ഞാൻ 6 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് 6 മണിക്കൂർ ഇത് നമ്മൾ കുതിർത്തെടുക്കണം. അതിന് ശേഷം നല്ല പോലെ വെള്ളം എല്ലാം പോയതിന് ശേഷം മാത്രമേ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അത് മിക്സിയിലിട്ട് അടിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു നല്ല പോലെ പേസ്റ്റ് ആവേണ്ട, ഒരു മീഡിയം റേഞ്ചിൽ നമ്മളിതൊന്ന് ചതച്ചെടുക്കണം. അപ്പം നമുക്കിനി ഇത് കൊണ്ടുപോയി ചതച്ചെടുത്തോണ്ട് വരാം. പയർ നല്ലപോലെ ചതച്ചാൽ മതി. ഇത് നല്ലപോലെ അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഉരുട്ടാൻ പറ്റത്തക്ക രീതിയിലാണ് ചതച്ചെടുക്കണം. ഇങ്ങനെ ചതച്ചെടുത്താൽ മതി പയർ. അപ്പം ഞാനിതിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമുക്ക് ഒരു സവാള, 2-3 പച്ചമുളക്, ഒരു 1-2 പീസ് ചെറിയ ഇഞ്ചി, ഇത് ഇത്രയും നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂണ് ചെറിയ ജീരകമല്ല, നമ്മുടെ സാധാ പെരുംജീരകം എന്ന് പറയും, വലിയ ജീരകം, അത് 1 സ്പൂൺ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഒരു 8 എണ്ണം വേണം. അതും ഇതിൻ്റെ കൂടെ ഇട്ട് നമ്മളൊന്ന് ചതച്ചിങ്ങെടുത്താൽ മതി. ഇത്രയും നമുക്കിനി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവാളയും പെരിഞ്ചീരകവും നമ്മുടെ കുരുമുളകും എല്ലാം കൂടി ചതച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരുപാട് ചതയേണ്ട, അതും ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി ചേർക്കണം. ഇതിനകത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മതി മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 സ്പൂൺ അരിപ്പൊടിയാണ്. ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ്. പിന്നെ 1 സ്പൂൺ കടലമാവാണ്. 1 സ്പൂണേ ചേർക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ചെറിയ സ്പൂണാണ് ഇട്ടത്, 1 സ്പൂണേ ചേർക്കാവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് ഒരു സാധനവും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാവരും ചേർക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മുടെ കായപ്പൊടിയാണ്. അത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ടാൽ മതി. ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു മണം കിട്ടും. അപ്പം ഈ കായപ്പൊടിയും കൂടി 1 സ്പൂൺ ഇതിനകത്ത് ചേർക്കുക. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ചെറിയ പയറിൻ്റെ ഇതായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ കയ്യിൽ ശകലം എണ്ണ തടവി കൊടുത്താൽ മതി. ഇപ്പം ഇന്ന് തന്നെ മൊത്തം നമുക്ക് ചെയ്തില്ലെങ്കിൽ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നാളെ നമുക്കിത് ചൂടോടെ ചുട്ടെടുക്കാൻ പറ്റും. നല്ല കുറച്ച് നല്ല തിന്നായിട്ട് നമ്മളിത് പരത്തിയെടുക്കണം. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇതിപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാം നോക്കണം, ഒരുപാട് കട്ടി ഇല്ലാത്ത രീതിയിൽ പരത്തിയെടുത്താൽ മാത്രമേ ഇതിനകം വേവത്തുള്ളൂ. അല്ലെങ്കിൽ അകം പച്ച കളറിൽ വേവാതെ തന്നെ ഇരിക്കും, പച്ചയായിരിക്കും. അപ്പം നമുക്ക് കഴിക്കുമ്പോൾ രുചി കിട്ടത്തില്ല. അപ്പം തിന്നായിട്ട് ഞാനെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ഏകദേശം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പയറുവട നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഇതുപോലെ നല്ല ബ്രൗൺ ആയിട്ടാണ് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം നമ്മുടെ
ആദ്യം ഇട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ചെയ്തെടുക്കാം. നമ്മുടെ പയർ വട എല്ലാം ഞാൻ എന്താണ്ട് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിരിക്കുകയാണ്. നല്ല ഫ്രണ്ടെല്ലാം നല്ല മൊരിഞ്ഞാക്കും, നല്ല വൃത്തിയായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.